ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ശ്രീബി ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്നത്തെയും പോലെ ക്രാഫ്റ്റ് ഐഡിയാസ് അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. അതൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവനോ ബീറ്റർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, എല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള യൂട്ടൻസിൽസൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, സോഡ പൗഡർ, സോൾട്ട്, എഗ്ഗ്, പിന്നെ കുറച്ച് കൊക്കോ പൗഡർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഓവൻ യൂസ് ചെയ്യുന്നില്ല. ഓവൻ യൂസ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് നമ്മളിങ്ങനെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. ബീറ്ററിൻ്റെ പകരമായിട്ട് ഇതുപോലൊരു ഫോർക്ക് മാത്രം മതി. ഫോർക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രേ യൂസ് ചെയ്യുന്നില്ല. ട്രേൻ്റെ പകരമായിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെയുള്ളൊരു ഭാഗം പരന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നില്ല. വിപ്പിംഗ് ക്രീമിൻ്റെ പകരമായിട്ട് നമ്മൾ എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗ് വൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്ക് മെഷർമെൻറ്റ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ പകരമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ള ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഓരോ അളവുകൾ എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് മൈദയാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, മെഷർമെൻറ്റിനായിട്ട് നമ്മളെടുത്ത ഒരു ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ നിറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടേണ്ടത് കൊക്കോ പൗഡറാണ്. ഇതിപ്പോൾ കൊക്കോ പൗഡർ ഞാൻ 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് ഒരു 1/4 സ്പൂൺ അപ്പക്കാരമാണ്. അതിന് ശേഷമായിട്ട് 1 സ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതൊരു നുള്ള് ഉപ്പാണ്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലൊരു അരിപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിലിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ മിക്സ് ചെയ്ത് വെച്ച പൗഡേഴ്സ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ ഒരു അരിപ്പെടുക്കുക, അല്ലെങ്കിൽ വലിയ അരിപ്പയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതേപോലെ നമ്മൾ അരിച്ച് എടുത്ത് ഒരു 3 വട്ടം ഞാനിപ്പോൾ അരിച്ചെടുത്തതാണിത്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് എങ്ങനെയാണ് ബാറ്റർ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആകം കുഴിഞ്ഞൊരു ബൗളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളൊരു എഗ്ഗ് ഇട്ടിട്ടുണ്ട്. ആ എഗ്ഗ് വൈറ്റും മഞ്ഞയും നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്കോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഫോർക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ, ഞാൻ ഷുഗർ പൊടിച്ചതാണ്, പഞ്ചസാര പൊടിയാണിത്. അപ്പോൾ അത് നേരത്തെ കാണിച്ച ഗ്ലാസ്സിൽ നമ്മൾ അളവ് മെഷർമെൻറ്റിനായിട്ട് എടുത്ത ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര പൊടി ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് എല്ലാം പഞ്ചസാര പൊടി ഒരുമിച്ചിടാതെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പോഴേ നന്നായിട്ട് അലിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കുറച്ച് കുറച്ച് ഇട്ട് എഗ്ഗ് ഒന്ന് നന്നായിട്ട് നമ്മുടെ ഫോർക്ക് യൂസ് ചെയ്ത് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് കപ്പോ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അളക്കുന്നത് ആ ഒരു സെയിം ഗ്ലാസ് അല്ലെങ്കിൽ സെയിം കപ്പിൽ തന്നെ ആയിരിക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു ടെക്സ്ചറിലുള്ള നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ എഗ്ഗിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതെല്ലാം കൂടി ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ഓരോ സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ വീതം ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിന് വിസ്കൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ കാണിച്ച ഫോർക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
നമ്മളിവിടെ പകുതിയോളം പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ അത്രയും കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു 3/4 ഗ്ലാസ് തൈര് ആഡ് ചെയ്യാം. തൈര് എന്ന് പറഞ്ഞാൽ നമുക്ക് പുളിയില്ലാത്ത തൈര് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 3/4 ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ഞാൻ നേരത്തെ വെച്ചതാണിത്. കുറച്ച് നേരം വെച്ച് നമുക്ക് ഈ ഒരു തൈരിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനം നമ്മൾ ഈ പൗഡറെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തൈര് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്ക് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായി പോകും. അപ്പോൾ അതിലേക്ക് തൈര് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പകുതി പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ തൈര് ഒഴിക്കുന്നത്. കാരണം നമ്മളിവിടെ വിസ്കോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ബാറ്റർ ഒന്ന് ഈസിയിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരിക, നല്ലൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരും. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി ഇത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആദ്യം പറഞ്ഞല്ലോ, ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അടിഭാഗം പരന്നിട്ടുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള A4 ഷീറ്റ് അല്ലെങ്കിൽ ബുക്കിൻ്റെ പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് നന്നായിട്ട് ഈ എണ്ണ ഒന്ന് 2 ഭാഗത്തും തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ പേപ്പർ പാത്രത്തിലേക്ക് വെക്കുന്നതിന് മുമ്പ് കുറച്ച് മൈദപ്പൊടി വെതറി കൊടുക്കുക. അതിന് ശേഷം പേപ്പർ വെച്ചതിന് ശേഷം മുകളിലും സൈഡിലൊക്കെ ആയിട്ടും മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ബാറ്ററി പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓവൻ്റെ പകരമായിട്ട് നമ്മൾ ഇതുപോലൊരു ചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ചട്ടി എടുത്തതിന് ശേഷം ഇതുപോലൊരു റിങ് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് ഒരു നോർമൽ ഫ്ലെയിമിൽ ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലൊരു പാത്രം എടുത്ത് ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം നോർമൽ ഫ്ലെയിമിൽ. അതിന് ശേഷമായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് അതുപോലെ തന്നെ ആ പാത്രം വെച്ചിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അടപ്പുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് വെച്ചാലും നിങ്ങൾക്ക് അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വിസ്കോ ബീറ്ററോ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു എഗ് വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 4 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മുട്ടേൻ്റെ ഒരു സ്മെല്ലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഫോക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്യാസിൽ കുറച്ച് വെള്ളം നോർമൽ ഫ്ലെയിമിലിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ആ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഈ മിക്സില്ലേ അതൊന്ന് ഇതേപോലെ ഇറക്കി വെച്ചൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ ഒരു 15 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഒരു തൈരിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ ഒരു പിരിഞ്ഞ പാലിൻ്റെ ആ ഒരു രൂപത്തിൽ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, വീഡിയോയിൽ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ചെന്ന് പറഞ്ഞാൽ ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം.
ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് ഒന്നുകൂടി ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ വെള്ളം ഒരിക്കലും തണുത്തു പോരും. നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്യാസിൽ വെച്ചിരിക്കുന്ന വെള്ളമായിരിക്കണം. നോർമൽ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വേണം നമ്മളിത് ഇറക്കി വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ നമുക്കൊരു ക്രീമി ആയിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി നമുക്കതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിന് ശേഷമായിട്ട് വീണ്ടും നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് വെന്തോ നോക്കാം. നമ്മളിപ്പോൾ ഒരു 45 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 45 മിനിറ്റ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാതെ നിങ്ങൾ ഉപ്പ് അല്ലെങ്കിൽ മണൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈം ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം. കുത്തി നോക്കി അതിൽ പറ്റിപ്പിടിച്ച് നമ്മൾ ഈർക്കിലിയിൽ പറ്റിപ്പിടിച്ചിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം മാറ്റി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ എടുത്ത് ഇതുപോലെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. കാരണം സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ച ബട്ടർ പേപ്പറിൽ അതൊന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേപ്പറെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൻ്റെ ഒരു കാൽ ഭാഗമൊക്കെ അല്ലേ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ബേക്കായി വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലെയറായി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ മുകളിലുള്ള കുറച്ച് ഭാഗമല്ലേ ആ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അവസാനം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിലുള്ള ഈ ഭാഗം നമ്മൾ ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് മോൾ ഭാഗം. ഇനി നമുക്ക് ഇതൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡില്ല, ആ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒരു നല്ലൊരു ഷേപ്പിൽ നല്ല ഒരു ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഇപ്പോൾ ഒരു 3 ലെയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടേൺ ടേബിളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ പകരമായിട്ട് നമ്മൾ ഒരു പാത്രം, ഒരു പ്ലേറ്റ് ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല ക്രീം, ആ ക്രീം ഒന്ന് ഇട്ടിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിങ്ങനെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഒരു ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. പഞ്ചസാര പാനി ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിൽ ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗത്തും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചില്ലേ കേക്കിൻ്റെ മുകൾ ഭാഗം, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേൽക്കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷമായിട്ട് നമുക്ക് ചെറുപഴമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓവൻ ബീറ്റർ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഈ റെസിപ്പി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.